വീട്ടിൽ വെച്ച് നടത്തിയ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ കുടുംബാംഗങ്ങളെ പെരുമ്പാവൂർ പോലീസ് ചോദ്യം ചെയ്യുന്നു. മലപ്പുറം ചട്ടിപ്പറമ്പിൽ അസ്മയ്ക്കാണ് 5ാമത്തെ പ്രസവത്തിനിടെ ജീവൻ നഷ്ടമായത്. മൃതദേഹം സംസ്കരിക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ഇടപെട്ട് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പെരുമ്പാവൂരിൽ നിന്നും റിയ ബേബി വിവരങ്ങൾ നൽകും. അതിനു മുൻപ് ഇപ്പോൾ ബന്ധുക്കൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് നമ്മൾ നാട്ടുകാരാണ്, അയൽവാസിയാണ്. സംഭവം ഈ ബോഡിയായിട്ട് രാവിലെ നാട്ടിലിവിടെ വീട്ടിലെത്തുമ്പോഴാണ് ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ അറിയുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിക്കെന്തോ പ്രസവം കഴിഞ്ഞിരിക്കുന്നതാണ്. രാത്രി 9 മണിയോട് കൂടിയിട്ടാണ് മരണം സംഭവിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ആരോടും തന്നെ ഈ പ്രസവിച്ച വിവരമോ അതല്ലെങ്കിൽ ഇങ്ങനെ ക്രിട്ടിക്കലായ സ്ഥിതിമോ മരിച്ച വിവരമോ പറയുണ്ടായില്ല. ആകെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളുടെ ഭർത്താവുണ്ട്, ആലപ്പുഴ എന്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തോട് മാത്രം വിളിച്ചു പറഞ്ഞു. പക്ഷെ അദ്ദേഹം വീട്ടിൽ വിളിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായില്ല. അവർ മരണം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയാണ് അറിഞ്ഞത്. അതിനുശേഷമാണ് നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് വന്നിട്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് മൊത്തം ഇത് 5ാമത്തെ പ്രസവമാണ് നടന്നത്. നമ്മൾ അറിഞ്ഞത് ശരിയാണെങ്കിൽ 3 പ്രസവം വീട്ടിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതിൽ ഒരു പ്രസവം മാത്രമാണ് ഹോസ്പിറ്റലിൽ നടന്നുള്ളതായിട്ടാണ് അറിയുന്നത്. അല്ല, അത് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവരൊക്കെ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ മലപ്പുറത്താണ് ഇവർ താമസിക്കുന്നത്. ശരിക്കും ബേസിക്കലി ഇവർ ആലപ്പുഴക്കാരാണ്. മലപ്പുറത്താണ് അദ്ദേഹം ഇപ്പോൾ വസിക്കുന്നത്. അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷേ വീട്ടുകാർക്കൊക്കെ അത് വലിയ സ്വാധീനമുള്ള ആൾക്കാരൊന്നുമല്ല. അവർ നിരന്തരം പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അവരത് കേൾക്കാനോ അത് ചെയ്യാനോ ഒന്നും കൂട്ടാക്കിയിട്ടില്ല. അതാണ് യഥാർത്ഥം. അറിയാൻ കഴിയുന്നത്. അപ്പോൾ വീട്ടിലെത്തും അതെ പ്രസവം നടന്നത് 9 ആ സമയത്ത് തന്നെ ഏതാണ്ട് കൂടിയിട്ടാണ് മരണം സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് 11 ശേഷം മരിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ലാതെ 9 മണി ഇപ്പോൾ ഈ ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ അതിൻ്റെ കൂടെ വന്ന ആളുകൾ പറയുന്നത് ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ കൈയൊക്കെ മരവിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് അധികം സമയമായിട്ടുണ്ടായി. കൂടെ 5ഓളം പേര് കൂടെ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരായ ആളുകളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കുറേ ഫാൻസുകാരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തുള്ളവരല്ല, പല സ്ഥലത്ത് മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ്. ആംബുലൻസിനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആംബുലൻസ് പോയതിനു ശേഷം നമ്മൾ ചെല്ലുന്നത് 5 പേരെ നമ്മൾ അതെ അവർ അറിഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് അവരിൽ 2 പേരാണ് ഈ ബോഡി പായൽ പൊതിഞ്ഞത് ആംബുലൻസിലേക്ക് എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ ഇവർക്കറിയാം മരണം സംഭവിച്ചു എന്നുള്ള വിവരം ഇവർക്കറിയാം, ഇവൻ്റെ നിജസ്ഥിതിയും കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം. പക്ഷേ ഇവരൊന്നും ആരെ അറിയിക്കാനോ പറയാനോ ഒന്നും തയ്യാറായില്ല. ഇപ്പോൾ പ്രസവം ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ വീട്ടിൽ സംഭവിക്കും. ഇപ്പോൾ ബസ്സിൽ പോലും പ്രസവം നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും ഹോസ്പിറ്റലൈസ് ചെയ്യും. ഈ ഹോസ്പിറ്റലൈസ് ചെയ്യാതെ സീരിയസ് ആയപ്പോഴും മരണവെപ്രാളം കാണിച്ചപ്പോഴും ഈ സ്വന്തം കുട്ടിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കുകയെല്ലാം ചെയ്ത സമയത്തും ഇത് മതിയായ ചികിത്സ കൊടുക്കാനോ ഒന്നും തയ്യാറാവാതെ അതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ചോദിച്ചിരുന്നു. വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. അവിടെ പ്രസവത്തിൻ്റെ സമയത്ത് ഒരു ഒറ്റപ്പെട്ട വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇപ്പോൾ ഈ കൂടെ വന്ന ആളുകൾ എങ്ങനെ വന്നെന്ന് ചോദിച്ചപ്പോൾ ഇവർ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നപ്പോൾ വിളിച്ചു വരുത്തിയാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു അയൽവക്കത്തോ അയൽവാസികളൊന്നും പറയാതിരുന്നാന്ന് ചോദിച്ചപ്പോൾ ഒരു ഒറ്റപ്പെട്ട വീടാണ്, കുറച്ച് ദൂരെയാണ് അയൽവാസികളുള്ളത്, അവരായിട്ട് വലിയ പരിചയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൂരെ നിന്ന് ആളുകൾ വിളിച്ചു വരുത്തിയാന്ന് പറഞ്ഞത്. അത് വിളിച്ചു വരുത്തിയത് ആണുങ്ങളെയാണ് വിളിച്ചു വരുത്തിയത്. സ്ത്രീകളാരും വന്നതായിട്ട് നമുക്ക് അറിയില്ല. ഈ ആണുങ്ങൾ വന്ന് മരിച്ച ആളെ ആംബുലൻസ് കയറ്റി കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. ഈ ചോരക്കുഞ്ഞിനെ ഇവർ ആ കൊച്ചിനെ പോലും ഹോസ്പിറ്റലിലേക്ക് ചെയ്യാതെ ആ കൊച്ചിനെയും കൂടെ കൂടിയിട്ടാണ് ഇവിടെ കിലോമീറ്ററോളം സഞ്ചരിച്ച് ഒരു വീട്ടിൽ കൊണ്ടതിന് ശേഷം നമ്മൾക്ക് മനസ്സിലായതിനു ശേഷം നമ്മൾ ഇപ്പോൾ വാതിയത്ത് ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ICUലാണ്, അത് പറയാറായിട്ടില്ല. ICU തന്നെയാണ് ഉള്ളത്. പെൺകുട്ടിയുടെ ബന്ധുക്കളെ പോലും ഇവർ അറിയിക്കുന്നത് വരുന്ന വഴിക്ക് ആംബുലൻസിൽ വെച്ചിട്ടാണ്. അല്ല, വീട്ടിലെത്തി കഴിയുമ്പോൾ വീട്ടിൽ നിന്നാണ് അറിയുന്നത്. മരിച്ച വിവരം ആരോഗ്യ റിലേറ്റീവ് വിളിച്ച് പറഞ്ഞിരുന്നു. വീട്ടിലെത്തി കഴിയുമ്പോഴാണ് കൂടുതൽ ബന്ധുക്കളെല്ലാവരും ഈ വിഷയങ്ങൾ അറിയുന്നത്. ഇവർ ഇത്തരം പ്രവണതകളുമായിട്ടാണ് നടക്കുന്നത്. നമുക്ക് ഇതിൽ പല ടൈപ്പ് ആളുകളുണ്ടല്ലോ. ഇത് ഒരു തട്ടിപ്പിന്റെ വെർഷനാണെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് അതിനകത്ത് പറയാൻ കഴിയും. കാരണം ഇവർക്ക് ഈ ചികിത്സ നമുക്കിപ്പോൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ എന്തായാലും അസുഖങ്ങൾ മാറത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അത്തരം ചികിത്സകൾക്കൊക്കെ എതിർക്കുന്ന, അതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ആളുകളാണ് ഇവരാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ മരണത്തിന് ശേഷമുള്ളവർ അറിയണത്. ഇവർ നേരത്തെ അറിഞ്ഞിട്ടില്ല. ഈ ഇത്ര ക്രിട്ടിക്കൽ അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഉമ്മ എല്ലാ ദിവസവും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഗർഭിണി അറിയാം എല്ലാവർക്കും. പക്ഷെ ഇത്ര സാഹചര്യം പറഞ്ഞിട്ടില്ല.
അത് ഉച്ചയ്ക്ക് എൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു ആശുപത്രി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ ആദ്യത്തെ കാലം വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ പ്രസവിച്ചത്, കുഴപ്പമില്ല. അപ്പോൾ വീണ്ടും ഇതും നല്ല രീതിയിൽ നടക്കും എന്നൊക്കെയാണ് അവൾ അപ്പോൾ പറഞ്ഞത്. ഈ മരിച്ച കുട്ടി പറഞ്ഞത്, ആസ്മ പറഞ്ഞത്. ആയിരിക്കണം. അപ്പോൾ മറ്റുള്ള വീട്ടുകാരൊക്കെ പറയുന്നുണ്ട് ആശുപത്രി പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഇത്ര സമയം ഈ പറയുന്ന ഭർത്താവും എൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ ഇവിടെ ഇവർ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പോലീസിനെ അറിയിക്കുകയും പോലീസ് ബോഡി മോർച്ചറിയിലേക്ക് മാറ്റുകയും കൊച്ചിനെ ഹോസ്പിറ്റലൈസും ചെയ്തു. പക്ഷേ ഈ പ്രതി എന്ന് പറയുന്ന ഈ വ്യക്തികളോടോ കൂട്ടുകാരോടോ ഈ പോലീസ് യാതൊരു വിധ ചോദ്യം ചെയ്യലോ നടപടികളൊന്നും ചെയ്തില്ല. അവരവിടെ നിർത്തിക്കൊണ്ട് പോയി. നമ്മളവരെ അവിടെ റൂമിലാക്കി. കാരണം വന്ന നാട്ടുകൾ കുടുംബക്കാരെല്ലാവരും പ്രകോപിതരാണ്. അപ്പോൾ അവരൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ റൂമിലാക്കി അവിടെ നിർത്തി ചെയ്ത്. അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ മലപ്പുറത്ത് സ്റ്റേഷനിൽ നമ്മൾ വിളിച്ച് ബന്ധപ്പെട്ടു. കാരണം അവിടെ നിന്നാണ് മൊഴിയെടുക്കാൻ വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ബന്ധപ്പെട്ടു. അവരിങ്ങോട്ട് പറഞ്ഞ ശേഷം മൊഴിയെടുക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് വന്നിട്ട് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. കാരണം അവരുടെ ബന്ധുക്കൾ കുറേ പേര് നമ്മുടെ വീട്ടിലുണ്ട്. അവർ അവിടെ വീട്ടിലിരുന്നിട്ട് വളരെ മോശമായ രീതിയിൽ ഈ വ്യക്തിയെ ന്യായീകരിക്കുന്ന രീതിയിലൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി. വീട്ടിലെ പെണ്ണുങ്ങൾ സ്ത്രീകളൊക്കെ അതിൽ വിഷമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ കുറച്ച് അങ്ങനെ വർത്താനം പറയലും കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കലും ചെറുതും തള്ളൊക്കെ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ വെച്ചിട്ട്. അതിനുശേഷം അവർ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും. പോലീസ് വന്നിട്ട് ഇപ്പോൾ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നതാണ്. ഞങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. നേരത്തെയും ഇതേ രീതിയിൽ തന്നെയാണ് ചികിത്സ നടത്തിയെന്ന് പറഞ്ഞല്ലോ മുൻ പ്രസവത്തിലോ. ആ ഘട്ടത്തിൽ എന്തെങ്കിലും അസ്മ കുടുംബത്തോട് പരാതി പറഞ്ഞതായിട്ട് അറിയില്ല. പരാതി പറഞ്ഞിട്ടില്ല. കാരണം എന്തൊക്കെയാണെങ്കിലും ഭർത്താവിൻ്റെ സ്വാധീനത്തിലായിരിക്കുമല്ലോ സ്വാധീനം. പിന്നെ കുടുംബത്തിൽ പറഞ്ഞാലും ഈ ഭർത്താവിനെ മറികടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ഒരു ശേഷിയുള്ള കുടുംബം ഒന്നും അല്ല. അത്ര വലിയ സ്വാധീനമുള്ള കുടുംബമൊന്നുമല്ല. അവരൊരു സാധുക്കളായ ആൾക്കാരാണ്. വലിയ ത്രാണിയുള്ള ആൾക്കാരൊന്നും അല്ല അവർ. നാട്ടുകാരാണ്, അയൽവാസികളാണ്. എന്തായാലും ഇതിപ്പോൾ നാട്ടുകാരാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതായത് ഇവർ പറയുന്ന അനുസരിച്ച് ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് മലപ്പുറത്തെ വീട്ടിൽ വെച്ച് പ്രസവം നടക്കുന്നു. 9 മണിയോടെയാണ് അസ്മ മരിച്ചെന്ന വിവരം ഈ ഭർത്താവ് അറിയുന്നത്. എന്നിട്ട് പോലും ഈ രക്തസ്രാവം അടക്കം ഉണ്ടായിട്ട് പോലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇടപെടൽ ഇയാളുടെ ഭാഗത്തുനിന്ന് വന്നില്ല എന്നതാണ് നാട്ടുകാരും ബന്ധുക്കളും അടക്കം പരാതിയായി ഉന്നയിക്കുന്നത്. പിന്നീട് ആംബുലൻസിൽ ശ്വാസമുട്ടലുണ്ട് എന്ന് പറഞ്ഞ് ആംബുലൻസ് വിളിക്കുന്നു. ആ ആംബുലൻസിൽ പെരുമ്പാവൂരിലെ അസ്മയുടെ വീട്ടിലേക്ക് ബോർഡ് കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്ന വഴിക്ക് 12 മണിയോടെയാണ് അസ്മയുടെ ബന്ധുക്കൾ ഈ മരണം സംഭവിച്ച വാർത്ത പോലും അറിയുന്നത്. അത്രയും ഗുരുതരമായ ചികിത്സാ പിഴവ്, അതായത് കൃത്യമായി ചികിത്സ ഉറപ്പാക്കേണ്ടതിൽ വീഴ്ച സംഭവിച്ചു. അതിൽ തന്നെയാണ് പെരുമ്പാവൂർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൃത്യമായി ചികിത്സ നൽകിയില്ല എന്നതാണ് പെരുമ്പാവൂർ പോലീസും പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, ആ ചോര കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ അതേ വണ്ടിയിൽ പൊതിഞ്ഞ് ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിന് തൊട്ടു മുമ്പ് നടന്ന പ്രസവവും വീട്ടിൽ തന്നെയായിരുന്നു നടന്നത്. അതിന് പിന്നാലെയാണ് 5ാമത്തെ പ്രസവവും വീട്ടിൽ തന്നെ നടത്തുന്നത്. 6 മണിയോടുകൂടി പ്രസവ വേദന ആരംഭിക്കുകയും അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഗുരുതരമായ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് അസ്മ പോയിട്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ തുടർ ചികിത്സ നൽകാനോ ഈ ഭർത്താവ് സിറാജുദ്ദീൻ തയ്യാറായില്ല. അതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത്. എന്തായാലും ബോഡി വീട്ടിലെത്തിയപ്പോഴാണ് ബന്ധുക്കൾ പെരുമ്പാവൂർ പോലീസിനെ വിളിച്ചറിയിക്കുകയും പോലീസ് വന്ന് ഈ സംസ്കരിക്കുന്ന നടപടികൾ തടഞ്ഞ് ആശുപത്രിയിലേക്ക്, ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ഈ മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിനെ നാട്ടുകാർ തന്നെയാണ് പെരുമ്പാവൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. കുഞ്ഞിപ്പോൾ ICUവിൽ തുടരുകയാണ്. എന്തായാലും സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്.